ഡോക്ടർ ജിൻഡോ ജോൺ താങ്കൾക്ക് തുടരാം. അതിനിടയിൽ ഒരു ചോദ്യം കൂടി ഈ അൻവറിന്റെ പ്രതികരണം വന്ന സാഹചര്യത്തിൽ ഞാൻ താങ്കളുടെ മുന്നിലേക്ക് ഇടുകയാണ്. അൻവർ പറഞ്ഞത് ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്നാക്കമില്ല. പിന്നെ ഈ ഓടിപ്പോകുന്ന ബസ്സിൽ കയറുക എന്ന് പറഞ്ഞാൽ ബസ്സിന്റെ ഫുഡ് സ്റ്റെപ്പിൽ നിൽക്കാം, വേണമെങ്കിൽ പുറത്തെ കോണിയിൽ നിൽക്കാം, ബസ്സിൽ കയറിയാൽ മതിയല്ലോ, ബസ്സിൽ എവിടെയെങ്കിലും നിന്നാൽ മതിയല്ലോ ലക്ഷ്യസ്ഥാനത്തെത്താൻ. പക്ഷേ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് കോണിപ്പടിയിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി താങ്കളുടെ പ്രതികരണം. അല്ല ശ്രീ ഗോപി, ഇതിൽ ഓരോ നേതാക്കന്മാരും മുന്നണിയുടെ ഭാഗമായാലും അല്ലെങ്കിലും അവർ സ്വീകരിക്കുന്ന നിലപാടുകളാണ് അവർക്ക് എത്രത്തോളം സ്വാധീനമുള്ളവരാണെന്ന് തെരഞ്ഞെടുപ്പിൽ തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിന് അദ്ദേഹത്തിൻ്റെ ചോയ്സ് അനുസരിച്ചിട്ട് തീരുമാനിക്കാം. അത് നിലമ്പൂർ മണ്ഡലത്തിലെ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ജനകീയമായിട്ടുള്ളൊരു തീരുമാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒന്ന്, അദ്ദേഹം പിണറായി സത്തിനെതിരെ കലഹിച്ചുകൊണ്ട് പുറത്തു വരുമ്പോൾ പിണറായി സത്തിന് അന്ത്യം കുറിക്കാനായിട്ട് UDF നിർത്തിയിരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ആണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത് അംഗീകരിക്കേണ്ടി വരും. രണ്ട്, ആഭ്യന്തര വകുപ്പിലെ RSS വൽക്കരണത്തിനെതിരെ ആണ് അദ്ദേഹം കലാപക്കൊടി ഉയർത്തി പുറത്തു വന്നത്. സ്വാഭാവികമായിട്ടും ആ വിഷയവും അവിടെ തന്നെ അങ്ങനെ തന്നെ നിൽക്കുന്നു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ സംഘപരിവാർ വൽക്കരിക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുമ്പോൾ അതിനെതിരെ പോരാടുന്ന UDFനോടൊപ്പം നിൽക്കാനായിരിക്കും അദ്ദേഹത്തിന് കുറെ കൂടി എളുപ്പമുണ്ടാകുക എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അടുത്തത്, കേരളത്തിലെ ജനകീയ വിഷയങ്ങൾ. കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾക്കെതിരെ പ്രതിഷേധിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ബൈ ഇലക്ഷൻ. അതുകൊണ്ട് ഈ സർക്കാരിനെ തിരുത്താൻ കിട്ടുന്ന അവസരം ജനങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ജനങ്ങൾക്ക് മാർഗം തെളിക്കുന്ന വഴിയിലൂടെ ആയിരിക്കും അദ്ദേഹം പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇലക്ഷൻ സമയത്ത് പക്വമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും വളരെ ആലോചിച്ച് സൂക്ഷിച്ച് കൃത്യമായിട്ട് പക്വമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുകയും സംസാര രീതി ഉപയോഗിക്കുകയും ചെയ്യുന്നതായിരിക്കും ഒരു നല്ല നേതാവിൻ്റെ ലക്ഷണം എന്നാണ് നമ്മളൊക്കെ കലാകാലങ്ങളായി നമ്മുടെ ഒരു കാഴ്ചപ്പാട്. സ്വാഭാവികമായിട്ടും അൻവറിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നിലപാടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ബസ്സിൽ തൂങ്ങിക്കിടന്ന് കയറിയാലും അല്ലെങ്കിൽ എങ്ങനെ യാത്ര ചെയ്താലും ഈ മഴക്കാലത്ത് അൻവറിന് മഴ നനയാതെ യാത്ര ചെയ്യാനുള്ള സൗകര്യം കേരളത്തിൽ ഉണ്ടാകും. പക്ഷേ ആ സൗകര്യം വേണോ എന്ന് അൻവർ കൂടി ആലോചിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നത് എനിക്ക് വ്യക്തമാകാത്തൊരു ഭാഗം ഞാൻ പറയാം. അതായത് അൻവറിനെ UDFന്റെ ഭാഗമാക്കണം എന്ന കാര്യത്തിൽ UDFനകത്ത് അഭിപ്രായ ഭിന്നതയില്ല. അതായത് കോൺഗ്രസിനകത്തോ മുസ്ലിം ലീഗിനകത്തോ അല്ലെങ്കിൽ UDFന്റെ മറ്റ് ഘടകകക്ഷികൾക്കോ അഭിപ്രായ ഭിന്നതയില്ല. പക്ഷേ കേരളമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അൻവറാണ്. ഇതാണോ UDF നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ അൻവറിനോടുള്ള സമീപനം? അല്ല, ഇതിൽ അൻവറിനെ UDFൽ സ്വീകരിക്കുന്നതിന് തടസ്സമുണ്ടെന്ന് ഇതേവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം UDFന്റെ ഭാഗമാകുമെന്നാണ് പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ സഹകരിപ്പിക്കുന്നതിന് നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിൽ പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കുന്ന വിഷയങ്ങൾ ആ ക്യാമ്പിൽ നിന്ന് LDFന്റെ ക്യാമ്പിൽ നിന്ന് അതേ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് കലാപക്കൊടി ഉയർത്തി പുറത്തു വന്ന അൻവറുമായിട്ട് സഹകരിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സം എന്താണ്? ഇത് യാഥാർത്ഥ്യമാകുന്നതിനുള്ള തടസ്സം എന്താണ്? അൻവർ നിലപാടെടുക്കാത്തതാണോ? അല്ല, അതിലുള്ള പ്രശ്നം UDF എന്ന് പറഞ്ഞ ഒരു വലിയ സംവിധാനം, കൃത്യമായിട്ടുള്ള ചട്ടക്കൂടുകളുള്ള ഒരു സംവിധാനം, ആ സംവിധാനത്തിലേക്ക് വരുമ്പോൾ അൻവർ എടുക്കേണ്ട പക്വമായിട്ടുള്ള ചില നിലപാടുകളുണ്ട്. അത് അദ്ദേഹം എത്രത്തോളം സ്വീകാര്യമായ രീതിയിലാണ് അദ്ദേഹം നിലപാടെടുക്കുന്നത് എന്നുകൂടി നമ്മൾ അതായത് ഇങ്ങനെ പറയാമോ ഡോക്ടർ ജിൻഡോ ജോൺ, ഇങ്ങനെ പറയാമോ? ഒരു 6 മണിക്കൂർ മുമ്പ് VT ബൽറാമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. കൈപ്പത്തി ചിഹ്നം നമ്മുടെ ചിഹ്നം എന്ന ഒരു ചിത്രം അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ അദ്ദേഹം കുറിക്കുന്നത് ഇങ്ങനെയാണ്: അയാൾ ശരിയായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അയാളെ കൂടെ നിർത്തിക്കൊണ്ട്, അയാൾ താൻ പോരിമയും ധിക്കാരവും തുടരുകയാണെങ്കിൽ അയാളെ കൂടി പരാജയപ്പെടുത്തിക്കൊണ്ട് നിലമ്പൂർ സീറ്റ് UDF പിടിച്ചെടുക്കും എന്ന നിലപാടാണോ ഇപ്പോൾ താങ്കൾ പറഞ്ഞത്? അല്ല ഗോപി, അതിലെന്തോ ഒരു സംശയം. ഇപ്പം UDFനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രഖ്യാപിതമായ സംഘടനാ സംവിധാനമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിന്ന് ആക്ഷേപങ്ങൾ ചൊരിയുമ്പോൾ അദ്ദേഹത്തെ ഈ സംവിധാനത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ ഈ സംവിധാനത്തിനകത്തുള്ള മുഴുവൻ ആളുകളോട് നമ്മൾ ആൻസറബിൾ അല്ലേ? സ്വാഭാവികമായിട്ടും ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എടുക്കേണ്ട ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അതിന് സാധൂകരിക്കുന്ന രീതിയിലുള്ള പക്വമായ നിലപാട് അൻവർ എടുത്താൽ അൻവറിന് UDFന്റെ ഭാഗമാകാൻ കഴിയും. അതിലൊരു സംശയവുമില്ല. മുൻകാലങ്ങളിൽ കോൺഗ്രസിനെയും UDFനെയും എത്രയോ ആളുകൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് UDFന്റെയും കോൺഗ്രസിന്റെയും ഭാഗമായിട്ടുണ്ട്. അൻവറിനോട് വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്ഷേപവും കോൺഗ്രസിനോ UDFനോ ഉണ്ടാകേണ്ട കാര്യമില്ല, ഇല്ലതാനും. പക്ഷേ ഈ ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ ആ സംവിധാനത്തിൻ്റെതായ രീതിയിൽ ആ ചട്ടക്കൂടിനകത്ത് മെരുങ്ങുന്ന ഒരു പക്വമായ നിലപാട് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇലക്ഷൻ സമയത്ത് അത്തരത്തിലുള്ള ഒരു പക്വമായ നിലപാടും വാക്കും രീതികളും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.